താമസ നിയമലംഘനത്തിന്റെ പേരിൽ പിടിയിലാകുന്ന വിദേശികളെ നാടുകടത്തുന്നതിനു പകരം ഇത്തരക്കാർക്ക് പിഴയടച്ച് രേഖകൾ ശരിപ്പെടുത്താനുള്ള അനുവാദം നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ ആദിൽ അൽ ഹഷാഷിനെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ നിയമപ്രകാരം ഇഖാമ നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശികൾ പിടിയിലായാൽ നാടുകടത്താറാണ് പതിവ്. ഇങ്ങനെ നാടുകടത്തപ്പെടുന്നവർക്ക് കുവൈത്തിലേക്കോ മറ്റ് GCC രാജ്യങ്ങളിലേക്കോ പിന്നീട് ജോലി തേടി പോകാൻ കഴിയില്ല. അതിനാൽ നാടുകടത്തൽ ഒഴിവാക്കി പകരം പിഴ ഈടാക്കി നിയമവിധേയമാക്കാൻ അവസരം നൽകുന്ന നിയമഭേദഗതി പ്രവാസികൾക്ക് ഗുണകരമാകും. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശി ഒരു ദിവസം 2 ദിനാർ വീതമാണ് പിഴ അടക്കേണ്ടിയിരുന്നത്. ഇതുപ്രകാരം ഒരു വർഷത്തേക്ക് പിഴസംഖ്യ 730 ദിനാറാണ്. എന്നാൽ പുതിയ തീരുമാനപ്രകാരം ഒരു വർഷത്തെ പിഴസംഖ്യയായി 600 ദിനാർ അടച്ചാൽ മതിയാകും. അതേസമയം മുൻവർഷങ്ങളിലേതുപോലെ നിരുപാധികമായ പൊതുമാപ്പ് പ്രഖ്യാപനം ഉടനെയൊന്നും ഉണ്ടാവില്ലെന്നും ആദിൽ അൽ ഹഷാഷ് സൂചിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ട പുതിയ തീരുമാനം രാജ്യത്തെ വിദേശി സമൂഹത്തിന് ഗുണം ചെയ്യുമെന്നും പ്രവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും കുവൈത്ത് മനുഷ്യാവകാശ സമിതി അധ്യക്ഷൻ മുഹമ്മദ് അൽ ഹാമിദി പറഞ്ഞു. ഗാർഹിക സ്വകാര്യ തൊഴിൽ മേഖലകളിലെ വിദേശികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരീക്ഷിക്കാനും നിയമോപദേശം നൽകാനുമായി പ്രവാസി തൊഴിലാളി സെൽ പ്രവർത്തനം തുടങ്ങിയതായും തികച്ചും സൗജന്യമായി നിയമസഹായമടക്കമുള്ള സേവനങ്ങൾ സമിതി ചെയ്തുവരുന്നതായും മനുഷ്യാവകാശ സമിതി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.